ടേക്ക് ഓഫ് അങ്ങനെ ഗംഭീരമായിട്ട് ടേക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. കുഞ്ചാക്കോ ബോബനും ഫഹദ് ഫാസിലും ആസിഫ് അലിയും പാർവതിയും അടങ്ങിയ ഒരു വൻ താരനിര തന്നെയാണ് ഈ ഫിലിമിലുള്ളത്. ഇറാഖിലെ IS തീവ്രവാദികളുടെ ക്രൂരതകളെ ഒട്ടും സമാനതകളില്ലാതെ അവതരിപ്പിക്കാൻ ഇതിലെ കലാസംവിധാനത്തിൻ്റെ മികവുകൊണ്ട് കഴിഞ്ഞു. അതേപോലെ തന്നെ ഇൻ്റർനാഷണൽ ലെവലിലേക്ക് ഉയർത്തുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, സിനിമറ്റോഗ്രാഫി ഇവയെല്ലാം തന്നെ തുടക്കം മുതൽ ഒടുക്കം വരെ ലാഗിങ് ഇല്ലാത്ത ഒരു അവതരണ രീതി, ഇതൊക്കെ നവാഗത സംവിധായകനായ മഹേഷ് നാരായണന്റെ ഒരു ടേക്ക് ഓഫ് തന്നെയാണ് ഇതിൽ കാണിക്കുന്നത്. ഇതിന്റെ ട്രെയിലർ ഇറങ്ങിയപ്പോൾ തന്നെ അത് വൻ ഹിറ്റായിരുന്നു. സംവിധായകന്റെ വാക്ക് തന്നെ നമ്മൾ കടമെടുത്തു കഴിഞ്ഞാൽ ഒരു സർവൈവൽ ത്രില്ലർ എന്ന് തന്നെ ഈ ചിത്രത്തിനെ നമുക്ക് പറയാൻ പറ്റും. മലയാളികൾക്കൊക്കെ വാർത്തകളിലൂടെ മാത്രം പരിചയമായിട്ടുള്ള ഒരു സംഭവ കഥയെ ഒട്ടും അതിശയോക്തി തോന്നിപ്പിക്കാത്ത രീതിയിൽ, എന്നാൽ അത് വളരെ തീവ്രമായി തന്നെ അവതരിപ്പിക്കാൻ ഈ ടേക്ക് ഓഫിന്റെ ടീമിന് കഴിഞ്ഞു എന്നുള്ളത് ഇനി മലയാള സിനിമ പാഠമാക്കേണ്ട ഒന്ന് തന്നെയാണ്. സംവിധായകന്റെ കൃത്യമായിട്ടുള്ള ഹോംവർക്ക് ഈ സിനിമയെ വളരെയധികം റിയലിസ്റ്റിക് ആക്കിയിട്ടുണ്ട്. ഇറാഖിലേക്കുള്ള സമീറയുടെയും അവളുടെ ഭർത്താവ് ഷാഹിദിന്റെയും വരവാണ് ഈ ചിത്രം ആദ്യ പകുതിയിൽ കാണിക്കുന്നതെങ്കിൽ അതിനുശേഷം അവരവിടെ അനുഭവിക്കുന്ന ദുരിതങ്ങളാണ് സെക്കൻഡ് ഹാഫോടെ ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ചിത്രത്തിൽ പാർവതിയാണ് സമീറ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഷാഹിദായി കുഞ്ചാക്കോ ബോബനും എത്തുന്നു. വളരെ ചെറുതാണെങ്കിലും ആസിഫ് അലിയും വളരെ ഗംഭീരമായിട്ട് തന്നെ തന്റെ കഥാപാത്രത്തെ ഭംഗിയാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ എംബസിയിലെ ഉദ്യോഗസ്ഥനായിട്ടാണ് ഫഹദ് ഫാസിൽ ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. എയർലിഫ്റ്റിന്റെ കോപ്പിയാണ് ഈ ചിത്രം എന്ന് പലരും പറയുന്നുണ്ട്. എന്നാൽ എയർലിഫ്റ്റ് എന്ന ചിത്രത്തിനേക്കാൾ ഉപരി ടേക്ക് ഓഫ് എന്ന ഈ ചിത്രം നമ്മുടെ മനസ്സിൽ സ്ഥാനം പിടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കുടുംബമായിട്ടോ കൂട്ടുകാർക്കൊപ്പമോ ധൈര്യമായിട്ട് നമുക്ക് ടിക്കറ്റ് എടുത്ത് പോയി കാണാവുന്ന ഒരു ചിത്രം തന്നെയാണ് ടേക്ക് ഓഫ്. ആദ്യത്തെ ഒരു 45 മിനിറ്റിൽ കേരളവും പിന്നീട് ഒടുക്കം വരെ ഇറാഖിലുമായിട്ടാണ് ഇതിന്റെ കഥ പുരോഗമിക്കുന്നത്. സമീറ എന്ന 31 വയസ്സുള്ള ഒരു യുവതിയുടെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ ഇടകലർത്തിയിട്ട് വളരെ വ്യക്തമായിട്ട് തന്നെയാണ് സംവിധായകൻ ഈ ചിത്രം അവതരിപ്പിക്കുന്നത്. തൻ്റെ നാട്ടിലെ കഷ്ടപ്പാടുകളൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ഇറാഖിലേക്ക് നേഴ്സായിട്ട് എത്തുന്നത്. താൻ പുനർവിവാഹം ചെയ്ത മെയിൽ നേഴ്സായി ഷാഹിദും സമീറയ്ക്കൊപ്പം ഇറാഖിലേക്ക് എത്തുന്നു. പക്ഷെ അവരുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് പല സംഭവ വികാസങ്ങളും അവിടെ ഉണ്ടാകുന്നു. സമീറയുടെ ആദ്യ ഭർത്താവായി ആസിഫ് അലിയും 3-4 സീനുകളിൽ എത്തുന്നുണ്ട്. ചിത്രത്തിന്റെ ഒരു ആദ്യ പകുതിയോടടുപ്പിച്ചാണ് ഫഹദ് ഫാസിലിന്റെ എൻട്രി. ഷാഹിദ് IS തീവ്രവാദികളുടെ കയ്യിൽ പെടുന്നതും പിന്നീടുള്ള രക്ഷാപ്രവർത്തനങ്ങളുമൊക്കെ സിനിമയെ വാർത്തകളിൽ മാത്രം നമുക്ക് കണ്ടു പരിചയമുള്ള ഒരു റിയാലിറ്റിയിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഈ ചിത്രം കാണുന്ന ഏതൊരാളെയും ആദ്യ പകുതിക്ക് ശേഷം ശരിക്കും ത്രില്ലടിപ്പിക്കും. ഒരു കാര്യം 100% ഗ്യാരണ്ടിയാണ്, ഈ ചിത്രം ആരെയും നിരാശപ്പെടുത്തില്ല.